ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വാർത്തയിലെ ഹരിശ്രീയിൽ വന്നിട്ടുള്ള LGS മെയിൻ പരീക്ഷാ പരിശീലനമാണ്. LGSന് ശ്രമിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും. ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? 1950 ജനുവരി 25. ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നതെന്ന്? ജനുവരി 25. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന്? 1950 ജനുവരി 26. നമ്മുടെ ജീവിതങ്ങളിൽ നിന്നും ആ പ്രകാശം പൊലിഞ്ഞുപോയി എന്ന് ഗാന്ധിജിയുടെ മരണത്തിൽ വിലപിച്ചുകൊണ്ടുള്ള പ്രസംഗം ആരുടേതാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് ആരംഭിച്ചതെന്ന്? 1951 ഒക്ടോബർ 25. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് അവസാനിച്ചതെന്ന്? 1952 ഫെബ്രുവരി 21. ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എത്ര സീറ്റുകളാണ് നേടിയത്? 364. ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭ തിരഞ്ഞെടുപ്പ് തുടങ്ങിയത് ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത്? ആന്ധ്ര. സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ പുനഃക്രമീകരിക്കാനുള്ള കമ്മീഷൻ്റെ തലവൻ ആരായിരുന്നു? ഫസൽ അലി. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന കൃതിയുടെ കർത്താവാര്? രാമചന്ദ്ര ഗുഹ. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര്? KM പണിക്കർ. ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കപ്പെട്ട വർഷമേത്? 1956 നവംബർ 1. 1956 നവംബർ 1 എത്ര സംസ്ഥാനങ്ങളാണ് നിലവിൽ വന്നത്? 14. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നതെന്ന്? 1955. ഇന്ത്യയിൽ ആദ്യം ആധിപത്യം സ്ഥാപിക്കുകയും ഏറ്റവും ഒടുവിൽ അധികാരം കൈവിടുകയും ചെയ്ത യൂറോപ്യന്മാരാര്? പോർച്ചുഗീസുകാർ. ഇന്ത്യൻ സൈന്യം ഗോവയെ മോചിപ്പിച്ച വർഷമേത്? 1961. ഗോവയെ മോചിപ്പിക്കാൻ ഇന്ത്യൻ സേന നടത്തിയ നീക്കത്തിൻ്റെ പേരെന്തായിരുന്നു? ഓപ്പറേഷൻ വിജയ്. ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷമേത്? 1950 മാർച്ച് 15. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ പട്ടേലിൻ്റെ വലം കൈയായി പ്രവർത്തിച്ച മലയാളിയാര്? VP മേനോൻ. ഇന്ത്യൻ നാട്ടുരാജ്യ വകുപ്പിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചതാര്? VP മേനോൻ. ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷമേത്? 1951. 1953 UN പൊതുസഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരിയാരി? വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇന്ത്യയിൽ കാബിനറ്റ് മന്ത്രിപദം വഹിച്ച പ്രഥമ വനിതയാര്? വിജയലക്ഷ്മി പണ്ഡിറ്റ്. സംസ്ഥാന ഗവർണറായ ആദ്യത്തെ വനിതയാര്? സരോജിനി നായിഡു. സംസ്ഥാന മുഖ്യമന്ത്രിയായ ആദ്യ വനിതയാര്? സുജേത കൃപലാനി. ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വിനോബ ഭാവെ. ഇന്ത്യയും ചൈനയുമായി യുദ്ധം നടന്ന വർഷമേത്? 1962. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ്? സുഭാഷ് ചന്ദ്രബോസ്. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നതാര്? ദാദാഭായ് നവറോജി. സൗരയൂഥം ഉൾപ്പെടുന്ന നക്ഷത്ര സമൂഹം? ആകാശഗംഗ അഥവാ ക്ഷീരപഥം. സൗരയൂഥം ഉൾപ്പെടുന്ന നക്ഷത്ര സമൂഹത്തിൻ്റെ ആകൃതി? ചുഴിയാകൃതി. ഏറ്റവും ചൂടുകൂടിയ നക്ഷത്രം കാണപ്പെടുന്ന നിറം? നീല. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം? സൂര്യൻ.
സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ശാസ്ത്രീയമായി തെളിയിച്ച ശാസ്ത്രജ്ഞൻ? കോപ്പർനിക്കസ്, പോളണ്ട്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗോളം? സൂര്യൻ. സൗരയൂഥം കടന്ന ആദ്യ മനുഷ്യനിർമ്മിത പേടകം? വോയേജർ 1, അമേരിക്കയുടെ. ഏത് ഇന്ത്യൻ സംഗീതജ്ഞയുടെ ശബ്ദമാണ് വോയേജർ 2-വിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സുർശ്രീ കേസർബായ് കേർക്കർ. സൂര്യഗ്രഹണ സമയത്ത് ദൃശ്യമാവുന്ന സൗരവലയം? കൊറോണ. ഭൂമിയിൽ നിന്ന് ദൃശ്യമായ സൂര്യൻ്റെ പ്രതലം? ഫോട്ടോസ്ഫിയർ. സൂര്യൻ്റെ ഏറ്റവും ബാഹ്യവലയം? കൊറോണ. സൗരക്കാറ്റുകൾ ഉണ്ടാകുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ്? 11 വർഷം. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞ ദിവസം? പെരിഹീലിയൻ. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് തിരിച്ച ആദ്യ പര്യവേഷണ വാഹനം? പയനീർ 5, നാസയുടെ. ഇന്ത്യയുടെ സൗര ദൗത്യം ഏത്? ആദിത്യ. ഗ്രഹചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്? ജോഹാനസ് കെപ്ലർ. ഏറ്റവും ചെറിയ ഗ്രഹം? ബുധൻ. അച്ചുതണ്ടിൻ്റെ ചെരിവ് ഏറ്റവും കുറഞ്ഞ ഗ്രഹം? ബുധൻ. പാലായന വേഗം ഏറ്റവും കുറഞ്ഞ ഗ്രഹം? ബുധൻ. ഭൂമിയുടേതിന് സമാനമായ സാന്ദ്രതയും കാന്തിക മണ്ഡലവുമുള്ള ഗ്രഹം? ബുധൻ. ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം? ശുക്രൻ. വർഷത്തെക്കാളും ദിവസത്തിന് ദൈർഘ്യമുള്ള ഗ്രഹം? ശുക്രൻ. ഭൂമിക്ക് പുറമെ ഹരിതഗ്രഹ പ്രഭാവമുള്ള ഏക ഗ്രഹം? ശുക്രൻ. ഉപരിതലത്തിലെ വിവിധ പ്രദേശങ്ങൾക്ക് ഹിന്ദു പുരാണങ്ങളിലെ സ്ത്രീകളുടെ പേരുകൾ നൽകിയിരിക്കുന്ന ഗ്രഹം? ശുക്രൻ. സൂര്യൻ പടിഞ്ഞാറുദിച്ച് കിഴക്ക് അസ്തമിക്കുന്ന ഗ്രഹം? ശുക്രൻ. ശുക്രനെക്കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ വാഹനം? മരീനർ 2, 1962 നാസ. ശുക്രനിലെ ഏറ്റവും വലിയ പർവ്വതനിര? മൗണ്ട് മാക്സ്വെൽ. ശുക്രനിലെ വിശാലമായ പീഠഭൂമി? ലക്ഷ്മി പ്ലാനം. ഗ്രഹങ്ങളുടെ വലിപ്പത്തിൽ ഭൂമിയുടെ സ്ഥാനം എത്ര? 5. ഭൂമിയുടെ പാലായന വേഗം എത്ര? 11.2 km/s. ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം? ഭൂമിയുടെ പരിക്രമണം. ഭൂമിയുടേതിനു പോലെയുള്ള ഋതുക്കളുള്ള ഗ്രഹം? ചൊവ്വ. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം? ഫോബോസ്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം? ഡെയ്മോസ്. സൗരയൂഥത്തിലെ ഏറ്റവും ആഴമേറിയ താഴ്വര? വാലീസ് മാരിനറീസ്, ചൊവ്വ. സൗരയൂഥത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം? ഒളിമ്പസ് മോൺസ്, ചൊവ്വയിൽ. ദ്രവ്യഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം? വ്യാഴം. ഭാരതീയ സങ്കല്പങ്ങളിലെ ബൃഹസ്പതി എന്നറിയപ്പെടുന്ന ഗ്രഹം? വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം? വ്യാഴം. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹം? വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും ഭാരം കൂടിയ ഗ്രഹം? വ്യാഴം. ഗുരുത്വാകർഷണബലം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം? വ്യാഴം. വസ്തുക്കൾക്ക് ഏറ്റവും കൂടിയ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം? വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം? ഗാനിമീഡ്, വ്യാഴത്തിൻ്റെ. റോമൻ കാർഷിക ദേവൻ്റെ പേര് നൽകിയിരിക്കുന്ന ഗ്രഹം? ശനി. സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹം? ശനി. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം? ശനി. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹം? ശനി. ശനിയുടെ വലയങ്ങളെ കണ്ടെത്തിയത്?
ക്രിസ്ത്യൻ ഹൈജൻസ്. സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഉപഗ്രഹം ടൈറ്റൻ, ശനിയുടെ ഉപഗ്രഹം. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ശനിയുടെ ഉപഗ്രഹം ടൈറ്റൻ. മരണനക്ഷത്രം എന്നറിയപ്പെടുന്ന ശനിയുടെ ഉപഗ്രഹം മീമാസ്. ടെലസ്കോപ്പിൻ്റെ സഹായത്തോടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യ ഗ്രഹം യുറാനസ്. യുറാനസ് ഗ്രഹത്തെ കണ്ടുപിടിച്ച വ്യക്തി വില്യം ഹെർഷൽ 1781. ഏറ്റവും തണുത്ത ഗ്രഹം നെപ്റ്റ്യൂൺ. ഇന്ത്യക്ക് ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കാൻ ശുപാർശ ചെയ്ത ബ്രിട്ടീഷ് ദൗത്യമേത്? 1946 ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ രൂപം കൊണ്ട വർഷം 1946. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ യോഗം നടന്നത് എന്ന്? 1946 ഡിസംബർ 9. ഭരണഘടനയുടെ കരട് തയ്യാറാക്കാനുള്ള കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഭാരതത്തിലെ പരമോന്നത നിയമം എന്നറിയപ്പെടുന്നത് ഏത്? ഭരണഘടന. ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയതെന്ന്? 1949 നവംബർ 26. ഭരണഘടനയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഒപ്പുവച്ചതെന്ന്? 1950 ജനുവരി 24. ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് എന്ന്? 1950 ജനുവരി 26. ഭരണഘടനാ ദിനം അഥവാ സംവിധാൻ ദിവസ് ആയി ആചരിക്കുന്നത് എന്ന്? നവംബർ 26. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഏത് രാജ്യത്തിൻ്റേതാണ്? ഇന്ത്യയുടെ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ BR അംബേദ്കർ. ദ്വിമണ്ഡല പാർലമെൻറ്റ്, ഏക പൗരത്വം എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ്? ബ്രിട്ടൻ. ലിഖിത ഭരണഘടന എന്ന മാതൃക ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തു നിന്നുമാണ്? അമേരിക്ക. മൗലികാവകാശങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന മാതൃകയാക്കിയ രാജ്യമേത്? അമേരിക്ക. ശക്തമായ കേന്ദ്രത്തോടു കൂടിയ ഫെഡറേഷൻ എന്ന ആശയം ഏത് രാജ്യത്തു നിന്ന് കടം കൊണ്ടതാണ്? കാനഡ. ഭരണഘടനാ ഭേദഗതിയിലെ നടപടികൾക്ക് ഏത് രാജ്യത്തോടാണ് ഭരണഘടനയ്ക്ക് കടപ്പാട്? ദക്ഷിണാഫ്രിക്ക. രാഷ്ട്രനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഏത് രാജ്യത്തു നിന്നുമാണ് കടം കൊണ്ടത്? അയർലൻഡ്. ഭരണഘടനയിലെ സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് എന്നിവ ഏത് രാജ്യത്തിൻ്റെ മാതൃകയിലാണ്? കാനഡ. കൺകറന്റ് ലിസ്റ്റ് അഥവാ സമാവർത്തി ലിസ്റ്റ് എന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് മാതൃകയാക്കിയിരിക്കുന്നത്? ഓസ്ട്രേലിയ. ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പിയായി അറിയപ്പെടുന്നതാര്? ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന പ്രധാന വാക്കുകളേവ? പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളേവ? സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നിവ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട ഏക അവസരമേത്? 1976 42-ാം ഭേദഗതി. ഭരണഘടനയുടെ ആത്മാവ് എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഭാഗമേത്? ആമുഖം. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം, ഭരണഘടനയുടെ താക്കോൽ, ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്നെല്ലാം വിളിക്കപ്പെടുന്ന ഭരണഘടനയുടെ ഭാഗമേത്? ആമുഖം. പൗരത്വം പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമേത്? രണ്ടാം ഭാഗം. ഏതൊക്കെ അനുച്ഛേദങ്ങളാണ് പൗരത്വവുമായി ബന്ധപ്പെട്ടുള്ളത്? 5 മുതൽ 11 വരെ അനുച്ഛേദങ്ങൾ. പൗരത്വ നിയമം നിലവിൽ വന്ന വർഷമേത്? 1955. എത്ര രീതിയിൽ ഇന്ത്യൻ പൗരത്വം ആർജിക്കാനാവും? 5 രീതിയിൽ.
എത്ര രീതിയിൽ ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാം? 3 രീതിയിൽ. ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതാര്? ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങളെപ്പറ്റി പ്രതിപാദിച്ചിട്ടുള്ളത്? 3-ാം ഭാഗം. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഏതൊക്കെ അനുച്ഛേദങ്ങളിലാണ് ഉൾപ്പെടുന്നത്? 12 മുതൽ 35 വരെ അനുച്ഛേദങ്ങൾ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ എത്രയാണ്? 6. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്? 7. 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതേത്? സ്വത്തവകാശം. അയിത്തത്തിൻ്റെ ഏതു വിധത്തിലുള്ള രൂപവും നിരോധിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏത്? അനുച്ഛേദം 17. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിയോടെ ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയ അനുച്ഛേദം ഏത്? അനുച്ഛേദം 17. 6-നും 14-നും മധ്യ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? അനുച്ഛേദം 21A. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? 2002 86-ാം ഭേദഗതി. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലികാവകാശം ഏത്? അനുച്ഛേദം 32. ഭരണഘടനാ പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഉപകരണങ്ങളായി അറിയപ്പെടുന്നതേത്? റിട്ടുകൾ. എത്ര റിട്ടുകളാണ് കോടതികൾക്ക് പുറപ്പെടുവിക്കാനാവുക? 5 റിട്ടുകൾ. ഇന്ത്യയിലെ ഏതൊക്കെ കോടതികൾക്കാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത്? സുപ്രീം കോടതി, ഹൈക്കോടതികൾ. ക്ഷേമരാഷ്ട്രം എന്ന ആശയം വിഭാവനം ചെയ്യുന്ന ഭരണഘടനയിലെ ഭാഗം ഏത്? ഭാഗം 4. നിർദ്ദേശിക തത്വങ്ങൾ. ഏതൊക്കെ അനുച്ഛേദങ്ങളാണ് രാഷ്ട്ര നിർദ്ദേശിക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത്? 36 മുതൽ 51 വരെ അനുച്ഛേദങ്ങൾ. ഗാന്ധിയൻ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ഭാഗം? രാഷ്ട്ര നിർദ്ദേശിക തത്വങ്ങൾ. ബ്രിട്ടീഷുകാരുമായുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് 1914 രാജാധികാരം സ്വയം ഉപേക്ഷിച്ച കൊച്ചി രാജാവ്? രാമവർമ്മ. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏതാണ്? ആറ്റിങ്ങൽ കലാപം 1721. 1936 വൈദ്യുതി സമരം നടന്നത് എവിടെയാണ്? തൃശ്ശൂർ. 1941 രൂപം കൊണ്ട കൊച്ചി രാജ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ അധ്യക്ഷൻ? S. നീലകണ്ഠ അയ്യർ. 1948 മെയ് 12 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വച്ച് മരണപ്പെട്ട നേതാവ്? മൊയ്യാരത്ത് ശങ്കരൻ. 1961 നടന്ന അമരാവതി സത്യാഗ്രഹം നയിച്ചത്? AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. 1924-25 കാലത്ത് നടന്ന വൈക്കം സത്യാഗ്രഹം എത്ര ദിവസമാണ് നീണ്ടുനിന്നത്? 603. തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ചത്? KCS മണി. 1938 മുതൽ 1947 വരെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നടത്തിയ പ്രക്ഷോഭം അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ രൂപവൽക്കരണം
ഏത് പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ടായിരുന്നു? നിവർത്തന പ്രക്ഷോഭം. ദൈവദാസൻ എന്നറിയപ്പെട്ട സമൂഹ പരിഷ്കർത്താവാര്? ചാവറ കുര്യാക്കോസ് അച്ചൻ. കേരളത്തിലെ ഏത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത്? ഗുരുവായൂർ. ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ ഗായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കവി? മഹാകവി വള്ളത്തോൾ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി മലബാറിൽ കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ഇന്നത്തെ ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. യോഗക്ഷേമ സഭ സ്ഥാപിക്കപ്പെട്ട വർഷം? 1908. ശൈവപ്രകാശ സഭ സ്ഥാപിച്ചത്? തൈക്കാട് അയ്യാഗുരു. മന്നത്ത് പത്മനാഭനെ കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചതാര്? സർദാർ KM പണിക്കർ. 1893 ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? ആലത്തൂർ. 1919 സാധുജനദൂതൻ എന്ന മാസിക ആരംഭിച്ചത്? പാമ്പാടി ജോൺ ജോസഫ്. ഗാന്ധിജിയുടെ കേരളത്തിലെ പ്രതിപുരുഷൻ എന്നറിയപ്പെട്ടതാര്? K. കേളപ്പൻ. 1892 എറണാകുളത്ത് വച്ച് ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ച യുവ സന്യാസി? സ്വാമി വിവേകാനന്ദൻ. കണ്ണൂർ ജില്ലയിലെ കണ്ടക്കൈ ഗ്രാമത്തിൽ നടന്ന മേച്ചിൽപ്പുല്ല് സമരം നയിച്ചതാര്? കുഞ്ഞാക്കന്മാർ. സഹോദരൻ അയ്യപ്പൻ ചേറായിൽ വ്യത്യസ്ത ജാതിക്കാരെ ഒരുമിച്ചിരുത്തി മിശ്രഭോജനം നടത്തിയതിൻ്റെ 100-ാം വാർഷികം ആഘോഷിച്ചതെന്നാണ്? 2017. രാജാൻ റാം മോഹൻ റായ് സ്ഥാപിച്ച ബ്രഹ്മസമാജത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരകൻ? അയ്യാത്തൻ ഗോപാലൻ. കേരളത്തിൽ പെരിയോർ EV രാമസ്വാമി നായക്കരുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലം? വൈക്കം. SNDP യോഗത്തിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ? ഡോക്ടർ പൽപ്പു. ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.